ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാറ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ തൻ്റെ അച്ഛൻ്റെ അമ്മയും ഡിവോഴ്സ് ആയതിനെക്കുറിച്ചും തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിട്ടായിരുന്നു സാറ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറേ നാളുകളായിട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയും കുറിച്ചുള്ള കാര്യങ്ങൾ വന്നിട്ട് ഇത് കണക്ക് കമൻറ്റ് ബോക്സിൽ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ സൂചിപ്പിച്ചിട്ട് പോകാറുണ്ട്. അതൊക്കെ എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. ബാക്കിയുള്ളവർ ഇത് കണക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനും വേണ്ടി ഒരുപാട് പേര് ഇത് കണക്ക് മെസ്സേജ് ഇടുന്നതായിരിക്കും. അതല്ലാതെ കുറച്ച് പേര് കാര്യം അറിയാതെയൊക്കെ മെസ്സേജ് ഇടുന്നവരുണ്ടായിരിക്കും. എന്തായിരുന്നാലും അവർക്കെന്നുള്ള എല്ലാം അറിയാൻ വേണ്ടിയുള്ള രീതിക്ക് വേണ്ടിയായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സാറ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സാറയ്ക്ക് വേറെ ഇഷ്യൂകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഒരു സ്ത്രീ വന്നിട്ട് ഇത് കണക്ക് സാറയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിലൊക്കെ കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനത്തുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന സമയത്ത് പോലും ഇത് കണക്ക് എക്സ്പ്രഷനൊക്കെ വേണമെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ സാറ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് സാറ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ടോ ഈ പറയുന്ന ആളുടെ പ്രൊഫൈൽ നോക്കുക, ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് എത്രമാത്രം ഫോട്ടോയാണ് എടുത്തു വെച്ചേക്കുന്നത്, എന്നിട്ടാണ് എൻ്റെ കാര്യം മുന്നോട്ട് വരുന്നതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെടുത്തിട്ട് വേറെ ഒരാൾ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാറ് എന്തിനാണ് ബാക്കിയുള്ളവരുടെ ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അയാളുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ ആരെയുണ്ടെങ്കിൽ ബോഡി ഷേമോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല, ഞാനുണ്ടെങ്കിൽ ഉള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്, ഇതിൽ ബോഡി ഷേമിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ തൻ്റെ ഇച്ചായൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും ശരി, അത് ഇപ്പോൾ തുറന്നു പറയാമെന്നുള്ള രീതിയിൽ വന്നിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താനുണ്ടെങ്കിൽ ഒരു 2-3 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ആ സമയത്താണ് തൻ്റെ പേരൻസ് ഉണ്ടെങ്കിൽ ഡിവോഴ്സ് ആവുന്നത്. അപ്പോൾ തന്നെ തനിക്കുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടിൽ കൂടായിരുന്നു കടന്നു പോയിക്കൊണ്ടേയിരുന്നത്. അതിന് മുമ്പ് വരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡിവോഴ്സ് ആയതിനു ശേഷം ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നമായി. അമ്മയ്ക്കുണ്ടെങ്കിൽ ഞങ്ങളെ 3 മക്കളുണ്ടെങ്കിൽ നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടുണ്ടെന്നുള്ള രീതിയിലായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തൻ്റെ ചേച്ചിയും താനും ഉണ്ടെങ്കിൽ ബോർഡിംഗ് സ്കൂളിൽ പോകുന്നത്. അവിടെ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ എങ്ങനെ നിന്ന് കഴിഞ്ഞു വന്നെന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലി ഇത് കണക്ക് പിരിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നതായിരിക്കും. ആ സമയത്തുണ്ടെങ്കിൽ ആ ഫാമിലിയിൽ ചില സമയങ്ങളുണ്ടെങ്കിൽ സിറ്റുവേഷൻ കാരണമാണ്, നമുക്ക് പറയാൻ പറ്റില്ല പേരൻസിൻ്റെ കണ്ടീഷൻ എന്തോന്ന്. ചിലപ്പോൾ ഒരിക്കലും ഉണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്തുള്ളൊരു ജീവിതമായിരിക്കും. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ വേറെ വഴിയില്ലാതാണ് പിരിഞ്ഞു പോകുന്നത്. ആ സമയത്തായാലും പോലും ഏറ്റവും കൂടുതൽ ഇതെല്ലാം അനുഭവിക്കുന്നത് ഈ കുട്ടികളാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഭയങ്കരമുള്ളൊരു സന്തോഷമായിട്ടിരിക്കേണ്ട ഒരു സമയമാണ് കുട്ടിക്കാലം. ഇപ്പോൾ നമ്മൾ വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രഷറും കാര്യങ്ങളും നമുക്ക് വരുന്നതായിരിക്കും. ആ സമയത്തുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാലമായിരിക്കും നമ്മൾ നല്ല രീതിയിൽ ചിലപ്പോൾ നോക്കാൻ സാധിക്കുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് പോലും ഉണ്ടെങ്കിൽ ഇത് കണക്ക് നല്ല ഒരു ഓർമ്മകൾ പോലും ഇല്ല, മൊത്തം അടി, അതുപോലെ തന്നെ ഒരു ട്രോമ പോലെ നമ്മുടെ ജീവിതമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓർക്കാൻ പോലും ആഗ്രഹിക്കത്തില്ല. അതേപോലത്തെ ഉള്ളൊരു ജീവിതം എന്നുള്ള രീതിയിലായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ ഫാമിലിയിലുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പൈസയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തൻ്റെ സഹോദരനെ ഉണ്ടെങ്കിൽ തൻ്റെ അമ്മയുടെ കുടുംബം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. താനും തൻ്റെ സഹോദരിയും മാത്രമായിരുന്നു ബോർഡിങ്ങിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ബോർഡിങ്ങിൽ നിന്ന് വീട്ടിൽ വരികയും അതിനുശേഷം തൻ്റെ സഹോദരി ഉണ്ടെങ്കിൽ വേറൊരു ബന്ധു വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രായപൂർത്തിയൊക്കെ ആയ സമയത്ത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് തനിക്കും പ്രായപൂർത്തിയായപ്പോഴത്തേക്ക് തന്നെ വേറൊരു വീട്ടിലേക്ക് മാറ്റി. പിന്നെ അങ്ങനെ കുറേ നാളുണ്ടെങ്കിൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അച്ഛൻ വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേരൻസിൻ്റെ കൂടെ ആയിരിക്കും ഇതേ കണക്കുണ്ടെങ്കിൽ വളരുന്നത്. എങ്ങനെ ആയിരുന്നാലും ശരി, ഒരു പേരൻറ്റിൻ്റെ കുറവുണ്ടായിരിക്കില്ലെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തായിരുന്നാലും തൻ്റെ 18 വയസ്സ് വരെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. 18 വയസ്സൊക്കെ ആയപ്പോൾ തനിക്കുണ്ടെങ്കിൽ ഭയങ്കര പൈസയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് താനുണ്ടെങ്കിൽ ജോലിക്ക് പോകാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടു ജോലിക്കൊക്കെ പോയെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായിരുന്നാലും ശരി, ഇതണക്ക് ഒരുപാട് പേരുണ്ട് ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പൈസയ്ക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് കഷ്ടമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോയാൽ മാത്രമേ കുടുംബം കഴിഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ വേറെ ഒരു വഴിയില്ല. ഇപ്പം ഒരുപാട് പേര് പറയും, നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലോ, എൻ്റെ ബാക്കിയുള്ളവരെ കണ്ടില്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, എൻ്റെ കുടുംബമായിട്ട് നിങ്ങൾ എനിക്ക് വേണം പ്രൊവൈഡ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് പറയാറുണ്ട്. പക്ഷേ ആ സിറ്റുവേഷനുണ്ടെങ്കിൽ ചില സമയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. ചിലരുണ്ടെങ്കിൽ ഇത് കണക്ക് അവസ്ഥ അറിഞ്ഞിട്ടും ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് കുട്ടികളുണ്ട്. അങ്ങനത്തെ കുറേ പേരുണ്ട്. അവർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ കുറ്റക്കാരാണ്, ഞാൻ ഇല്ലെന്നൊന്നും പറയത്തില്ല. അതല്ലാതെ ഇത് കണക്ക് നല്ല ഫാമിലി സ്റ്റേബിളായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്ന് ഭയങ്കര ഡൗൺ ആയിട്ട് പോകുന്ന ഫാമിലി ഉണ്ട്. അതിൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് സിറ്റുവേഷനിൽ സംഭവിച്ചു പോകുന്നത്. പക്ഷേ ഒരുപാട് പേരുണ്ടെങ്കിൽ തനിക്ക് ഒരു വകയില്ല, അല്ലെങ്കിൽ വീട് പോലും ഇല്ലാതെ കുറേ പേരുണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഇത് കണക്ക് 4-5 മക്കൾ, ഒരു വരുമാന മാർഗ്ഗവും ഇല്ലാതെ അങ്ങനെ ബാക്കിയുള്ളവരുടെ സഹായത്തിൽ ജീവിക്കേണ്ട അവസ്ഥയിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അറിയാം അവർക്കുണ്ടെങ്കിൽ ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ തെറ്റാണ് ചെയ്യുന്നത്. പക്ഷേ
ഇതേ കണക്ക് ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും പിരിഞ്ഞു പോകുന്നത്, അത് കാരണം മക്കൾ പ്രശ്നം വരുന്നത്, അതൊക്കെ സാധാരണ രീതിയിൽ ഒരു റിലേഷനിൽ ഉണ്ടാവുന്നതാണ്. അത് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. എന്തായിരുന്നാലും തൻ്റെ 18 വയസ്സ് തൊട്ട് ജോലിക്ക് പോയപ്പോഴത്തേക്ക് തനിക്കുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതോടെ തന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പിരിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ സൊസൈറ്റി നോക്കുന്ന ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരുമിച്ചുള്ളവരെ തന്നെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസ്റെസ്പെക്റ്റ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള മക്കളെ പോലും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വില കൽപ്പിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കണക്ക് പിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് ആ കുട്ടിയെ കൊണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം, ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വലിയ വിലയൊന്നും കൊടുക്കത്തില്ല, അല്ലെങ്കിൽ കുറച്ച് അകറ്റി നിർത്തും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും ബാക്കിയുള്ളവർ അധികമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് പേര് സഹതാപം എന്നുള്ള പേരിൽ ഭയങ്കരമായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അവർ വിചാരിക്കുന്നത് അതെന്തോ വലിയ കാര്യമാണെന്നുള്ള രീതിയിലും പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ടെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഭയങ്കര എഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയപ്പോഴത്തേക്കൊണ്ട് ഈ ജോലി സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരുണ്ടെങ്കിൽ തന്നോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓഫേഴ്സൊക്കെ വെച്ച് നീട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിലായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സത്യമാണ്. ഇപ്പോൾ ആണുങ്ങളായിരുന്നാലും പെണ്ണുങ്ങളായിരുന്നാലും ശരി, ഇത് കണക്ക് ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാറുണ്ട്. അതായത് സ്ത്രീകളാണ് മെയിനായിട്ട്. കാരണം ശാരീരികമായിട്ട് പീഡനം അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് പേര് ഭയങ്കര രീതിയിലുള്ള നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനത്തുള്ള ഒരുപാട് പേരുണ്ട്. ആ സമയത്ത് പോലും ഉണ്ടെങ്കിൽ അതിനൊക്കെ നേരിടുന്നവരെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ കൺഗ്രാറ്റ്സ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള സൊസൈറ്റിയിലുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ എന്ത് വന്നാലും പ്രശ്നമില്ലെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ മെൻറ്റാലിറ്റി ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലൂടെയൊക്കെ താൻ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് വട്ടം കരഞ്ഞിട്ടുണ്ട്, ആരും കണ്ടിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ ഉണ്ടെങ്കിൽ ജീവിതം മാറി മറിച്ചതുണ്ടെങ്കിൽ ഇച്ചായം വന്നതിന് ശേഷമാണ്, അതിന് ശേഷമാണ് തൻ്റെ ജീവിതം മാറി മറിച്ചതെന്നുള്ള രീതിയിലായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നടന്ന പോലെ തനിക്കും ഒന്നും നടക്കാൻ പാടില്ലെന്നുള്ളൊരു വിചാരം കൊണ്ടാണ് താനുണ്ടെങ്കിൽ ലിവിങ്ങിലോട്ട് വന്നത്, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ വരത്തില്ല. തനിക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മാറ്റം വന്ന് ഇച്ചായം വന്നിട്ടാന്നുള്ള രീതിയിലായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ മെയിനായിട്ട് എല്ലാവരും പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടെങ്കിൽ ഒരാൾ സംസാരിക്കാൻ കേൾക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം പറയാം, എന്തും വിശ്വസിച്ച് പറയാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു റിലേഷനിലെ കാര്യം മാത്രമല്ല, നിങ്ങൾ ബ്രദറിനെ തന്നെ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പറയുന്നത് കേൾക്കാനോ, അല്ലെങ്കിൽ നിങ്ങളെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബ്രദറുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സിസ്റ്ററുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു മദറുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് ഒരു പേഴ്സൺ ഉണ്ടായാൽ മതി, ഒരു ഫ്രണ്ട് ആയാലും പോലും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാവുക, അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമുക്ക് ഒരു ട്രസ്റ്റ്. ഇപ്പോൾ വേറെ ആരും നമ്മളെ പറ്റിച്ചാൽ ശരി, ഈ വ്യക്തി പറ്റിക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പുള്ള ഒരു പേഴ്സൺ. ഇപ്പോൾ എല്ലാവരും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും. അത് ഒറ്റ ദിവസം കൊണ്ട് ഒരാളെ നമുക്ക് ഒന്നും പറയാനും പറ്റത്തില്ല. അത് കുറേ നാളിപ്പോൾ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരാണോ ഉള്ളത് അങ്ങനത്തെ ഉള്ളവരാണ് നമ്മൾ തീർച്ചയായിട്ടും കൂടെ നിർത്തേണ്ടത്. അതല്ലാതെ നമ്മൾ അപ്പായിരിക്കുന്ന സമയത്ത് ആൾക്കാർ വന്നിട്ട് നിങ്ങൾ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവരെ അതൊന്നും വിശ്വസിക്കാനേ പറ്റത്തില്ല ഒരിക്കലും. ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്ന വേർഡ്സിൽ ഒരിക്കലും വിശ്വസിക്കാൻ നിൽക്കില്ല. അതുകൊണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഇമോഷൻ അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ആ സമയത്ത് ഭയങ്കര ഇമോഷൻ അയക്കുന്ന സമയത്തുണ്ടെങ്കിൽ ആൾക്കാർ പറയും ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്യും അത് ചെയ്യും, അല്ലെങ്കിൽ നിന്നെ വിട്ടിട്ട് പോകത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നതായിരിക്കും. പക്ഷേ ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ആക്ഷൻ അനുസരിച്ചാണ്. ആക്ഷനാണ് മെയിനായിട്ട് നോക്കണം. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നത് നോക്കുക. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നിൽക്കുക. സോ ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. താനുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം കടന്നു വന്നിപ്പോൾ നല്ലൊരു രീതിയിൽ പോകുകയെന്നാണ് സാറ് പറഞ്ഞിരുന്നത്.